ഹായ് ഹലോ, ഇന്നൊരു ക്ലീനിങ് വ്ളോഗാണേ. ഞാൻ എല്ലാ ആഴ്ചയിലും ഡീപ്പ് ക്ലീൻ ചെയ്യാറുണ്ട്. ഇന്ന് അങ്ങനെയുള്ളൊരു ദിവസമാണ് കേട്ടോ. സാധാരണ ഞാൻ ക്ലീൻ ചെയ്യുമ്പോൾ ഒരു ദിവസം കൊണ്ട് തന്നെ വീട് മൊത്തം ക്ലീൻ ചെയ്യാറാണ് പതിവ്. പക്ഷേ ഇന്ന് എനിക്കൊരു കല്യാണ പരിപാടി ഉള്ളതുകൊണ്ട് ഞാൻ കിച്ചണും സ്റ്റോർ റൂമും ഇന്നലെ വൃത്തിയാക്കിട്ടോ. എനിക്ക് അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഹാളും ബെഡ്റൂമും ഒക്കെയാണ് കേട്ടോ ഇന്ന് ഞാൻ വൃത്തിയാക്കുന്നത്. സ്റ്റെയറിൻ്റെ ഈ ഭാഗം ഭയങ്കര ഉയരമായതുകൊണ്ട് ക്ലീൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ ക്ലീൻ ചെയ്ത് അടിച്ച് വാരിയിട്ട് ഞാൻ എന്താ നേരെ റൂമിലോട്ട് വന്നിക്കാണ് കേട്ടോ. പിന്നെ എനിക്ക് അധികം സാധനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ക്ലീനിങ് പെട്ടെന്ന് തന്നെ തീരും കേട്ടോ. അപ്പോൾ ആരെങ്കിലും ഫാനും കാര്യങ്ങളൊക്കെ ഇങ്ങനെ തുടയ്ക്കുമ്പോൾ ബെഡിൻ്റെ മേലെ കസേര വെച്ചിട്ട് തുടയ്ക്കരുത് കേട്ടോ. ഞാനൊരു തവണ വീണിട്ടുള്ളതാണേ. അതിനുശേഷം ഞാൻ ബെഡ് മാറ്റിയതിന് ശേഷം ഇതുപോലെ കസേര വെച്ചിട്ട് ഫാനൊക്കെ തുടയ്ക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ ബെഡൊക്കെ ഞാൻ സാധാരണ വെയിലത്ത് കൊണ്ടുപോയി ഇടാറുണ്ട്. അപ്പോൾ ഞാൻ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഏട്ടൻ ഇവിടെ ഇല്ലായിരുന്നു. അപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് കൊണ്ടുപോയി ഇടാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാനത് അവിടെ തന്നെ വെച്ചിട്ടോ. ഇനി മാറാലയൊക്കെ തട്ടണം. അപ്പോൾ ബെഡിലേക്ക് അധികം ആവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനൊരു പായ വിരിച്ചിട്ടിട്ടാണ് മാറാലയും കാര്യങ്ങളൊക്കെ തട്ടുന്നത്. എനിക്ക് വീഡിയോ എടുത്തു തരുന്നത് മോളാണ് കേട്ടോ. അപ്പോൾ മൂക്ക് നീളം കുറവായതുകൊണ്ടാണ് പിന്നെ തലഭാഗവും മാക്ക് അങ്ങനെയൊക്കെ ആയിട്ട് കാണുന്നത് കേട്ടോ. അപ്പോൾ അതാ ജനൽ കമ്പിയും കാര്യങ്ങളൊക്കെ തുടച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ടി വി സ്റ്റാൻഡും കാര്യങ്ങളൊന്നും ഉണ്ടാക്കാത്തതുകൊണ്ടാണ് ബെഡ്റൂമിൽ തന്നെ ടി വി ഒക്കെ വെച്ചിട്ടുള്ളത്. വീഡിയോക്ക് സ്പീഡ് ഉള്ളത് കൊണ്ടാണ് കേട്ടോ ജനലൊക്കെ ഇങ്ങനെ തുടയ്ക്കുന്ന പോലെ തോന്നുന്നത്. ശരിക്കും സമയം എടുത്തിട്ട് മെല്ലെയാണ് കേട്ടോ തുടച്ച് വൃത്തിയാക്കിയത്. പിന്നെ ഒരുപാട് വലിച്ച് നീട്ടിക്കഴിഞ്ഞാൽ എന്തായാലും വീഡിയോ അധികം ആരും കാണത്തില്ല. അപ്പോൾ കാണുന്നവർക്കും കൂടി ഒരു ബുദ്ധിമുട്ട് വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഭയങ്കര സ്പീഡാക്കിയിട്ട് ക്ലീൻ ചെയ്യുന്നത്. ഈ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് പുതപ്പൊക്കെ അലക്കാൻ. ഇവിടെ മഴക്കാലം ആകുമ്പോഴേക്കും പുതപ്പും കാര്യങ്ങളൊക്കെ അലക്കി എടുത്ത് വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഒരു പുതപ്പ് ഞാൻ ഇതിനു മുമ്പ് അലക്കിയിട്ടുള്ളതായിരുന്നേ, വിഷുവിന് മുമ്പ്. അപ്പോൾ എനിക്ക് ഒരു പുതപ്പും കൂടി അലക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ രാവിലെ സോപ്പും വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടി ഇന്ന് ചെയ്ത് തീർക്കണം എനിക്ക്. എന്നിട്ട് വേണം പരിപാടിക്ക് പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ വേഗം ഇവിടെയൊക്കെ വൃത്തിയാക്കി കഴിയുമ്പോഴേക്ക് ഏട്ടൻ വരും. അപ്പോൾ പുതപ്പും കാര്യങ്ങളൊക്കെ എനിക്ക് ഏട്ടൻ തന്നെ അലക്കി തരാറാണ്. കാരണം വാഷിംഗ് മെഷീൻ ഒന്നുമില്ല, കല്ലിൽ വേണം അലക്കാൻ. അപ്പോൾ പുതപ്പ് വെള്ളത്തിലിട്ടാൽ ഭയങ്കര വെയിറ്റ് ആയതുകൊണ്ട് എനിക്ക് ഒറ്റയ്ക്ക് അലക്കാൻ പറ്റില്ല. അപ്പോൾ ഏട്ടൻ വന്നിട്ട് അലക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും എൻ്റെ ക്ലീനിങ് ഒക്കെ വേഗം ഞാൻ തീർക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏട്ടൻ രാവിലെ ചായ ഒന്നും കുടിക്കാതിരുന്നേ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏട്ടൻ്റെ ചായയൊക്കെ എടുത്തു കൊടുത്തിട്ടാണ് പിന്നീട് ഞാൻ അടിച്ചു വരാനൊക്കെ നിന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ വേഗം വീടൊക്കെ അടിച്ച് വൃത്തിയാക്കിയിടാൻ വേണ്ടി നിന്നേ. കാരണം ഇപ്പം തന്നെ പുറത്ത് ഭയങ്കര വെയിലാണ്. കുറച്ചും കൂടി കഴിഞ്ഞാൽ തീരെയും പുറത്ത് ഇറങ്ങാൻ പറ്റാത്ത അത്ര ചൂടായിരിക്കും കേട്ടോ. അപ്പോൾ അലക്കാനില്ലുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് വീടൊക്കെ അടിച്ച് തുടച്ച് വൃത്തിയാക്കിയിടുകയാണ് കേട്ടോ. തുടയ്ക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ വേഗം കഴുകി വെച്ച് അടുക്കളയിൽ ഒന്ന് അടിച്ചു വാരി തുടച്ചതിന് ശേഷമാണ് അലക്കാൻ വേണ്ടിയിട്ട് നിന്നത്. അപ്പോൾ ബെഡ്ഷീറ്റ് അലക്കി കഴിഞ്ഞിട്ട് വിളിക്കാൻ പറഞ്ഞിരുന്നു കേട്ടോ ഏട്ടനെ. ഏട്ടൻ വന്ന് പുതപ്പ് അലക്കിക്കോളാമെന്ന് പറഞ്ഞേ. പിന്നെ പുതപ്പ് അലക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതൊക്കെ അലക്കി കഴിഞ്ഞിട്ട് പുതപ്പ് കൊണ്ടുപോയി ഉണങ്ങാനിട്ടത് ഞാനായിരുന്നേ. ഞാനാണെങ്കിൽ ശ്രദ്ധിച്ചുമില്ല. അയലിന് പൊക്കക്കുറവില്ലോണ്ട് പുതപ്പിട്ട് വഴിക്ക് തന്നെ പുതപ്പിൻ്റെ അടിഭാഗം മണ്ണിൽ തട്ടിയിട്ട് രണ്ടാമതും പിന്നെ ഒന്നും കൂടി ഒലുമ്പേണ്ടതായിട്ട് വന്നിട്ടോ. പിന്നെ ഏട്ടന് എനിക്ക് അയലൊക്കെ കുറച്ച് ഉയരത്തിൽ കെട്ടി തന്നിട്ട് ഒരു കമ്പി കുത്തി വെച്ച് തന്നിട്ടോ. കാരണം പുതപ്പിന് വെയിറ്റ് ആയതുകൊണ്ട് പിന്നെയും ചിലപ്പോൾ അയൽ താന്നു പോകുമല്ലോ. അപ്പോൾ ഒരു കമ്പിയൊക്കെ കുത്തി തന്നിട്ടാണ് ഞാൻ രണ്ടാമത് പുതപ്പൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഏട്ടൻ ഇതാ പുറത്തേക്ക് പോവാണ്. കൺമണിക്കുട്ടിയും കൂടി കൂടിയിട്ടുണ്ട്. നടന്ന് പോകാനുള്ള ദൂരമേ ഉള്ളൂ കേട്ടോ. പിന്നെ മോളും കൂടി ഉള്ളതുകൊണ്ട് ഏട്ടൻ വെയിലത്ത് നടക്കണ്ടെന്ന് വിചാരിച്ചിട്ട് വണ്ടി എടുത്തിട്ടാണ് കേട്ടോ പോണത്. അപ്പോൾ തനിക്കുട്ടിക്ക് വിശക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോറൊക്കെ കൊടുത്തിട്ട് നേരെ കുളിക്കാൻ കയറി കേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴേക്കും അച്ഛനും മോളും പോയി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇനിയിപ്പോൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി നിൽക്കുകയാണേ. അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി അങ്ങോട്ടേക്ക് ഞാൻ വീഡിയോ ഒന്നും എടുക്കുന്നില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരയ്ക്കും ബായ്.